നമസ്കാരം. RDX എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ഈ ഒരു ന്യൂ ജനറേഷനൊക്കെ ഈ കരാട്ടെ എന്ന് പറയുന്ന ആയോധന കലയോട് വളരെയേറെ താല്പര്യം പ്രകടിപ്പിച്ച ഒരു നാളുകളിലാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത് സൂരജ് കരാട്ടയുടെ ഒരു ബ്ലാക്ക് ബെൽറ്റ് 5th ഡാൻ ആണ് അല്ലേ? 4th ഡാൻ കഴിഞ്ഞ് ഫിഫ്ത്ത് വാങ്ങാൻ വേണ്ടി പോകുന്നു. സൂരജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് സൂരജ് ദേശീയ കരാട്ടെ മത്സരത്തിൽ വിന്നറായിട്ട് എവിടെ വെച്ചിട്ടാണ് മത്സരം നടന്നത്? ചെന്നൈയിൽ വെച്ച് നടന്ന ദേശീയ മത്സരത്തിൽ വിന്നറായി. സൂരജ് ഇപ്പോൾ അന്താരാഷ്ട്ര മത്സരത്തിന് വേണ്ടി അന്താരാഷ്ട്ര മത്സരത്തിന് വേണ്ടിയിട്ട് കസാഖിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് ഈ വരുന്ന ആഴ്ച. എപ്പോഴാണ് യഥാർത്ഥത്തിൽ മത്സരം? 21 മുതൽ 25 വരെ. 21 മുതൽ 25 വരെ കസാഖിസ്ഥാനിൽ വെച്ച് നടക്കുന്ന ഇൻ്റർനാഷണൽ കരാട്ടെ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് സൂരജിൻ്റെ വിശേഷങ്ങൾ അറിയാം. യഥാർത്ഥത്തിൽ സൂരജിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ RDXൻ്റെ ഒരു കാര്യം പറഞ്ഞു. RDX എന്ന് പറയുന്ന ഒരു സിനിമ വന്നതിന് ശേഷമാണ് നമുക്ക് ഈ കരാട്ടെ ഇപ്പം വീണ്ടും കരാട്ടയെക്കുറിച്ച് പുതിയ കുട്ടികൾ വളരെ താല്പര്യം വന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു 77 കാലഘട്ടത്തിൽ ബ്രൂസ്ലിയുടെ എൻ്റർ ദ ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമ വന്നതോടെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു കരാട്ടേക്കാലം തുടങ്ങിയത്. സൂരജിൻ്റെ അച്ഛൻ സുരേന്ദ്രേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. സുരേന്ദ്രേട്ടൻ്റെ മുഖത്തേക്കൊന്ന് ക്യാമറ ചലിപ്പിച്ചാട്ടെ. സുരേന്ദ്രേട്ടനാണ് യഥാർത്ഥത്തിൽ 1977 എൻ്റർ ദ ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമ വന്നതിന് ശേഷം കരാട്ടയുടെ ക്ലാസ് തുടങ്ങിയത് അല്ലേ? 77 ഇവിടെ ബ്രൂസ്ലിയുടെയൊക്കെ പടം വന്നതിന് ശേഷമാണ് ഞങ്ങളൊക്കെ കരാട്ടയിലേക്ക് പോകുന്നത്. ആ സമയത്ത് ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ഹൗസിൽ കരാട്ടെ തുടങ്ങി. മദ്രാസിൽ നിന്ന് ആൾ വന്ന് കരാട്ടെ എടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് കരാട്ടയിൽ ആ ഇൻട്രസ്റ്റ് വന്നെങ്കിലും പിന്നെ എൻ്റെ വഴി ഇതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ കരാട്ടയുടെ വന്നിട്ട് 80 വന്നപ്പോൾ OKSK എന്ന് പറഞ്ഞ കരാട്ടെ സ്കൂൾ ആരംഭിച്ച് അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യ വീട് തിരൂരാണ്, അമ്മ വീട് പരപ്പനങ്ങാടി. അപ്പോൾ അവിടെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ സൂരജ് ക്ലാസ്സിൽ വരുമായിരുന്നു. സൂരജിൻ്റെ ചേച്ചിയും ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് സൂരജ് കരാട്ടയിലേക്ക് വരുന്നത്. പിന്നെ അന്ന് മുതൽ ഇപ്പോൾ ഇതുവരെ ഇത് തന്നെയാണ്. ഇപ്പോഴും അവൻ കരാട്ടെ തന്നെയാണ് അവൻ്റെ വഴിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കണം. ഇപ്പോൾ അവന് ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിന് ഒരു അവസരം കിട്ടിയ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും, എൻ്റെ അനിയൻ്റെ മക്കൾ, ചേട്ടൻ്റെ മക്കൾ, പെങ്ങളുടെ മക്കൾ, ഇവരെല്ലാം കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് വാങ്ങിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ എന്നെ തുടർന്ന് ഇവരെല്ലാം ഉണ്ട്. 11 പേരാടുന്ന ഒരാളുകൾ ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ബ്ലാക്ക് ബെൽറ്റുകാരായിട്ടുണ്ട്. അപ്പോൾ ഇവനിങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ അവൻ ഇതിലേക്ക് പോകുന്നത്. സൂരജ് അപ്പോൾ 5ാമത്തെ വയസ്സിലാണ് കരാട്ടെ പഠിച്ചു തുടങ്ങിയത്. ആ കാലഘട്ടം ഒന്നും ഓർമ്മിച്ചാട്ടെ. 5ാമത്തെ വയസ്സിൽ കരാട്ടെ പഠിച്ചപ്പോൾ നമ്മൾ OKSKയിൽ സ്റ്റാർട്ട് ചെയ്ത ഇതാണ് പറയണത്. അവരെ രജിസ്റ്റർ ചെയ്തത്. അതിന് മുമ്പേ അച്ഛൻ്റെ ഒപ്പം ക്ലാസ്സുകളിൽ പോവുകയും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്ന് ഓരോന്ന് ചെയ്യുകയും. ഈ കരാട്ടെ പഠിക്കണമെന്ന് സൂരജ് അച്ഛനോട് പറഞ്ഞതാണോ അല്ലെങ്കിൽ അച്ഛൻ സൂരജിനോട് കരാട്ടെ പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? അച്ഛൻ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പോയി ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് 5ാം വയസ്സിൽ കരാട്ടയിലോട്ട് അഡ്മിഷൻ എടുക്കണം. പിന്നെ അതിനുശേഷം ഇങ്ങനെ ഓരോ ടെസ്റ്റിനിരുന്ന് ഓരോ ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് ഓരോ മൂമെൻറ്റ്സിനനുസരിച്ച് നമ്മുടെ ഇൻട്രസ്റ്റ് മാറിക്കൊണ്ട്. ഫസ്റ്റ് ബ്ലാക്ക് ബെൽറ്റ് കിട്ടുന്നപ്പോഴാണ്? ഫസ്റ്റ് ബ്ലാക്ക് ബെൽറ്റ് കിട്ടുന്നത് 2012 ബ്ലാക്ക് ബെൽറ്റ്. ഇപ്പം ബ്ലാക്ക് ബെൽറ്റിൻ്റെ 4th ഡാൻ അല്ലേ? ഇപ്പോൾ 4th ഡാൻ. എന്താണ് ഈ കരാട്ടെ അഭ്യസിക്കുന്നതിനെ കുറിച്ചിട്ടേ പുതിയ തലമുറയോട് എന്താ പറയാനുള്ളത്? പുതിയ തലമുറ എല്ലാവർക്കും ആവശ്യമുള്ളതാണ് കരാട്ടെ. നമുക്കൊരു കോൺഫിഡൻസ് ആണ് മെയിനായിട്ട്. എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് മെയിനായിട്ട്. ആര് വന്നാലും നമുക്ക് നിൽക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. പിന്നെ ഇപ്പോൾ കൂടുതൽ എൻ്റെ സ്റ്റുഡൻസിൽ ഇപ്പോൾ ഗേൾസ് ആണ് കൂടുതൽ വരുന്നത്. പെൺപിള്ളേരാണ് കൂടുതൽ ഇതിലോട്ട് കൂടുതലായിട്ട് ഒരു സ്വയംരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ മാതാപിതാക്കൾ പെൺകുട്ടികളെ കൊണ്ടുവരുന്നത്. അവരാണ് ഇപ്പോൾ കൂടുതൽ സ്റ്റുഡൻസ്. ഇപ്പോൾ വിദ്യാരാജ്യയിൽ ഇപ്പോൾ ക്ലാസ് എടുത്ത് തുടങ്ങുമ്പോൾ ആദ്യം ബോയ്സ് ആയിരുന്നു. ഇപ്പോൾ ഒരു 5 പേര് ഒഴിച്ച് ബാക്കിയൊക്കെ ഗേൾസ് ആണ് വേണ്ടത്. 40 പേരുണ്ടെങ്കിൽ 5 പേര് ബോയ്സ് ഉണ്ടാവും. ഈ സൂരജ് ശരിക്കും കരാട്ടെ ഇൻസ്ട്രക്ടർ ആവുന്ന എപ്പോഴാണ്? ഒരു 4 വർഷമായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത്രയും ക്ലാസ് എടുക്കും മാത്രമായിട്ട് 4 വർഷം. അപ്പോൾ ഈ 4 വർഷത്തിനിടയിൽ ഏതാണ്ട് എത്ര ശിഷ്യന്മാരുണ്ടാവും ഇപ്പോൾ? ശിഷ്യന്മാരും ശിഷ്യകളും എനിക്ക് എന്ന് പറയുമ്പോൾ സ്കൂളുകളിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 500 മുകളിൽ വരും. 500 മുകളിൽ വരുന്നുണ്ട് അല്ലേ? ഇൻസ്റ്റൻ്റ് ആയിട്ട് പഠിപ്പിക്കാറുണ്ടോ? അതായത് ഒരു 2 മാസം കൊണ്ട് അല്ലെങ്കിൽ 3 മാസം കൊണ്ട് ഒരു ചെറിയ കരാട്ടെ കോഴ്സ് എന്നുള്ള രീതിയിൽ? ഇല്ല, അങ്ങനെ നമുക്കൊരു കോഴ്സ് ഇല്ല. അങ്ങനെ ആവശ്യപ്പെടാറുണ്ടോ? അങ്ങനെ ആവശ്യപ്പെടുന്നവരുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഇത്ര മാസം കൊണ്ട് ഒരു പാക്കേജ് ആയിട്ട് കൊടുക്കാൻ പറ്റിയതല്ല കരാട്ടെ. കരാട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 4-5 വർഷം പിടിക്കുമ്പോഴാണ് അതിൻ്റേതായ രീതിയിൽ വരുള്ളൂ. അല്ലാണ്ട് ഒരു ദിവസം 5 മണിക്കൂർ 6 മണിക്കൂർ അങ്ങനെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നതല്ല കരാട്ടെ. അത് കറക്റ്റായിട്ട് ചെയ്യണ ഒരാൾ ഒരു അരമണിക്കൂർ ചെയ്യുമ്പോൾ തന്നെ അയാൾ ടയേർഡാവും. നമ്മൾ ജിമ്മിൽ 1 മണിക്കൂർ ട്രെയിൻ ചെയ്യുന്ന പറയുന്ന പോലെ കരാട്ടയിൽ എക്സസൈസ് ആണ് നമുക്ക് മെയിനായിട്ട്. ഇപ്പോൾ 1.5 മണിക്കൂർ ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 1 മണിക്കൂറാണ് എക്സസൈസ് തന്നെ. ബാക്കി അരമണിക്കൂറാണ് നമ്മൾ
മൂവ്മെന്റ്സ് കൊടുക്കുകയുള്ളൂ. അങ്ങനെയാണ് കരാട്ടെ. അപ്പോൾ സൂരജിൻ്റെ ക്ലാസ്സിലേക്ക് ആൺകുട്ടികളെക്കാൾ കൂടുതൽ ഇപ്പോൾ പെൺകുട്ടികളാണ് കരാട്ടെ പഠിക്കാൻ വരുന്നതെന്ന് പറഞ്ഞു. ഇവരുടെ ഈ പഠനം, പെൺകുട്ടികളുടെ പഠനം എങ്ങനെയാണ്? അവർ എത്രയും പെട്ടെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? എടുക്കാനും എക്സസൈസുകളൊക്കെ ചെയ്യാനായിട്ടും ഏറ്റവും കൂടുതൽ ഇതായിട്ട് വന്നത് അവരാണ്. ഇപ്പോൾ ഒരു മറ്റുള്ളവർ ചിലപ്പോൾ എക്സസൈസ് അധികം നേരം ചെയ്യില്ല, പക്ഷേ ഇവർ ചെയ്ത് കറക്റ്റായിട്ട് അവർക്ക് പഠിക്കണം എന്നുള്ളൊരു ഇതോടുകൂടിയാണ് വന്നത്. അതായത് യഥാർത്ഥത്തിൽ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെട്ടെന്ന് പഠിക്കാനുള്ള ആഗ്രഹം പെൺകുട്ടികൾക്കാണ്. എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് പുറത്ത് പോകാനും അതാണ് ഏറ്റവും പ്രധാന പ്രശ്നം അല്ലേ? ഇതിനു വേണ്ടി കാരണം അവരൊരു ആവശ്യത്തെ മുൻനിർത്തിയിട്ടാണ് വരുന്നത്. ഒരു കരാട്ടെ പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എവിടെയും സഞ്ചരിക്കാം എന്നുള്ളൊരു ധൈര്യം. ഒറ്റയ്ക്ക് ഇപ്പോൾ രാത്രി ഇറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത് രാത്രി ഇറങ്ങാം എന്നുള്ളൊരു ഇത് വന്നത്. അപ്പോൾ ഈ പെൺകുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെ ഒരു ചില ടെക്നിക്കുകൾ ഉണ്ടല്ലോ. അതായത് ഒരു പക്ഷേ ഒരുപാട് കാലം പഠിച്ച് നീണ്ടു നിൽക്കുന്നതിന് പകരം പെട്ടെന്ന് ഒരാളെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ടിപ്സ് കൊടുക്കാറുണ്ട്. അത് ഇപ്പോൾ ഒരാൾ നമ്മുടെ മേത്ത് തൊടുന്നതിന് മുമ്പേ അറ്റാക്ക് ചെയ്യാന്നുള്ളതല്ല, നമ്മുടെ മേത്ത് തൊട്ട അയാളെ വീഴ്ത്താം എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ കൊടുക്കുക. അല്ലാതെ നമ്മളിപ്പോൾ വഴി കൂടെ പോണവരെ നമുക്ക് അങ്ങനെ ഇതാക്കാൻ പറ്റില്ല. നമ്മുടെ മേത്ത് തൊടുന്ന ഉറപ്പുള്ളവരെ അറ്റാക്ക് ചെയ്യാനുള്ള ഇത് പറഞ്ഞു കൊടുക്കും. അത് ആദ്യമേ അങ്ങനെ എടുത്തു കൊടുക്കില്ല, പതിയെ അവരുടെ ഒരു മെൻ്റൽ ഇത് മനസ്സിലായതിന് ശേഷം എടുത്തു കൊടുക്കുക. ചിലവർക്ക് വയലൻസ് കൂടുന്നതനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോൾ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ആ ഒരു വ്യത്യാസം തന്നെയുണ്ട്. ഒരാളെ ഇടിച്ചിടാം എന്നുള്ളത് എല്ലാവർക്കും ഒരു ഇതാണല്ലോ. അതിനുശേഷം അങ്ങനെ ഇതായിട്ടാണ് അവരുടെ മെൻ്റൽ പവർ ആദ്യം നോക്കും. ഒരു എക്സസൈസ് അത്യാവശ്യമുള്ളവർ മാത്രമേ നമുക്കൊരു 3-4 ക്ലാസ്സിലേക്ക് നിൽക്കുകയുള്ളൂ. 2-3 ക്ലാസ് വരുമ്പോൾ അവർ മാറിപ്പോവും. എന്ന് വെച്ചാൽ അവർക്ക് പറ്റില്ല ചെയ്യാനായിട്ട്. മെൻ്റൽ പവർ ഉള്ളവരാണ് ഇതിൽ നിന്ന് പോകുള്ളൂ. എക്സസൈസാണ് കൂടുതൽ നമ്മുടെ കയ്യിൽ വന്നത്. എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റണവരെ അതിൽ നിന്ന് പോകുള്ളൂ. അല്ലാത്തവർ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ കൊഴിഞ്ഞു പോകും. അല്ല, യഥാർത്ഥത്തിൽ പെൺകുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലേ? ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ എപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു അവസരമാണ് നമ്മുടെ ഈ ട്രെയിനിൽ വെച്ചിട്ട് അറ്റാക്ക് ചെയ്ത ഗോവിന്ദസ്വാമി അറ്റാക്ക് ചെയ്ത ആ പെൺകുട്ടിയുടെ ഒരു കഥ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അയാളൊരു വികലാംഗനായിരുന്നു, ഒരു ഡ്രങ്കാർഡായിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ മുന്നിൽ പോലും ഒരു പെൺകുട്ടി പകച്ചു പോകുന്ന സന്ദർഭം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ഇല്ലായ്മയാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നു. അപ്പോൾ ഈ ചെന്നൈയിലെ നമ്മളെ ദേശീയ മത്സരം, ആ മത്സരത്തിൽ എങ്ങനെയായിരുന്നു ആ മത്സരത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഓരോ 3 റൗണ്ടായിട്ടാണ്. ഓരോ റൗണ്ടിൽ നമ്മൾ വിൻ ചെയ്യുന്നതനുസരിച്ച് കയറിപ്പോകും. അങ്ങനെയാണ്. ഇപ്പോൾ ഒരു റൗണ്ടിൽ 3 പേരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വിൻ ചെയ്യണ പോയിന്റുകൾക്ക് അടിസ്ഥാനമായിട്ടാണ്. അത് ശരിക്കും ഈ അറ്റാക്ക് ചെയ്യാന്നുള്ള സംഭവം അറ്റാക്ക് ചെയ്യുക, പഞ്ച് ചെയ്ത് ഫുൾ ബാക്ക്, ഫുൾ ടച്ച് അല്ല, ജസ്റ്റ് ടച്ച് ചെയ്ത് ഫുൾ ബാക്ക്, ഫുൾ കോൺടാക്ട് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യാം. അങ്ങനെയാണ് ഇതിൽ സെലക്ഷൻ. അതല്ലാതെ ഈ പെർഫെക്ഷൻസിന്റെ കാര്യത്തിൽ ഈ കത്താസ് ചെയ്യുക അങ്ങനെ കാര്യങ്ങൾ കട്ടാസ് ചെയ്യുക. കട്ടയിൽ വരുന്നത് പെർഫെക്ഷൻസ് ആണ് കൂടുതൽ വരുന്നത്. ഓരോ മൂവ്മെന്റ്സിന്റെ ക്ലാരിറ്റി അതാണ് വരുന്നത് അതിൽ മെയിനായിട്ട്. ഫൈറ്റിങ്ങിൽ നമ്മൾ കിക്ക് ചെയ്യുക, ഷൗട്ട് ചെയ്യുക, ഫുൾ ബാക്ക്, അതാണ് ഇതിൽ വരുന്നത്. ഇടിച്ച് നിലത്തിടുകയല്ല, ജസ്റ്റ് ഫുൾ ബാക്ക്, അല്ലാതെ ഫുൾ കോൺടാക്ട്. ശരിക്കും സൂരജ് ആരായിരുന്നു ഈ മത്സരത്തിൽ ഒപ്പോണന്റ്? ഈ ദേശീയ മത്സരത്തിൽ ഒരു തമിഴ്നാട്ടിലാണ്. അവരുടെ ഒരു റെഫറി ആയിട്ടായിരുന്നു എനിക്ക് ഫൈറ്റിങ് വന്നത്. പിന്നെ വന്നവർ അല്ലാതെ സ്റ്റുഡൻസ് ആയിട്ട് എനിക്ക് കിട്ടിയത് അങ്ങനെ ഒരാളെയായിരുന്നു. ഇനി നമ്മുടെ കസാക്കിസ്ഥാനിൽ പോയിട്ടുള്ള മത്സരത്തിലെ അവിടെ എങ്ങനെയാണ് ഇതിന്റെ രീതി? ഇതേപോലെ തന്നെയാണോ ഈ സ്ട്രക്ചർ, മത്സരത്തിന്റെ രീതി? ഇന്റർനാഷണൽ ആദ്യമായിട്ട് പോകുന്നത്, അപ്പോൾ അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അല്ല, എന്നാലും ഇവരുടെ ഒരു രീതി അറിയില്ല, എന്തൊക്കെ മത്സരങ്ങളാണ്. ഇത് ഇന്റർനാഷണൽ ലെവലിൽ തന്നെയാണ്, ഇന്റർനാഷണലി അപ്രൂവ് ചെയ്ത ഒരു രീതികളല്ലേ? അത് തന്നെയാണ് വരുന്നത്. WKC എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ കരാട്ടെ രംഗത്തുള്ള ഇതാണ്, അവരുടെ ഇതിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒപ്പോണന്റ് എന്ന് പറയുന്നത് ജപ്പാൻകാരും കൊറിയക്കാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ അല്ലേ? പല രാജ്യത്തു നിന്ന് ആരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ വെയിറ്റ് കാറ്റഗറിയിലാണ് വരുന്നത്. എനിക്കിപ്പോൾ 18 തൊട്ട് മുകളിലേക്കുള്ള 20 സംതിങ് ആ ഏജ് വരെയുള്ളവരായിട്ടാണ് നമുക്ക് ഇത് വരുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു വ്യക്തി ഇന്റർനാഷണൽ കരാട്ടെ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ സൂരജിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു 10-46 വർഷമായി കരാട്ടെ പരിശീലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അച്ഛൻ്റെ മകൻ എന്നുള്ള രീതിയിൽ, മാത്രമല്ല അതിനേക്കാൾ ഉപരി കുടുംബം മുഴുവൻ കരാട്ടക്കാരാണെന്ന് പറയുന്ന അച്ഛനും അച്ഛൻ്റെ അനിയന്മാരും അവരുടെ മക്കളും എല്ലാം ഒരു വലിയ കുടുംബം, എല്ലാവരും മിക്കവാറും ആൾക്കാർ ബ്ലാക്ക് ബെൽറ്റ് നേടിയവർ അല്ലേ? അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കര ഒരു കോൺഫിഡൻസ് വർദ്ധിക്കുന്നു. അപ്പോൾ ഈ മത്സരത്തിൽ വിജയശ്രീ ലാളിതനായി വരട്ടെ എന്ന് കലാകുമുദി ആശംസിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ കൂടെ ഒന്ന് അച്ഛനും അനിയന്മാരും, ഈ നമ്മുടെ സുരേന്ദ്രേട്ടൻ എന്ന് പറയുന്ന സൂരജിൻ്റെ അച്ഛൻ, കഴിഞ്ഞ 46 വർഷമായി കരാട്ടെ പരിശീലിക്കുന്ന സുരേന്ദ്രേട്ടൻ്റെ അനിയൻ, പേര് രവിചന്ദ്രൻ. ഇത് രവിചന്ദ്രൻ്റെ മകനാണ് അല്ലേ? 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ആണ്. ഒക്കെ കരാട്ടയിലെ എന്താ പറയാ പുലികളാണ് എല്ലാവരും. 40 പുറകെ തന്നെ ഉണ്ട്. അതെ, എൻ്റെ പേരെന്തേലും രോഹിത്. സൂരജിന്റെ പോലെ തന്നെ രോഹിത്തും 5th ഡാനിലേക്ക് വരികയാണ് അല്ലേ? 5th ഡാൻ നേടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കരാട്ടെ കുടുംബത്തിന് എല്ലാവർക്കും
കലാകുന്തിയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒരുപാട് സന്തോഷം. Rolling up black windows once you go down. You must be crazy if you think that I'ma slow down. But wanna hear it talking shit from the drama. Keep it coming, I'ma send you to your mama. Mr. Whip, 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 get the guns out. Dropping bodies in the place till the sun's out. Can't fuck with this, I'm going to try. But when the bullets fly, I'm the last one to die.